ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ സുപ്രീം അപ്പർ ക്രസ്റ്റിൽ വന്നിരിക്കുകയാണ്. കോണ്ടിനെൻ്റൽ ലഞ്ച് കഴിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ബീഫ് ലസാനി ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ പാർമജാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഹോട്ട് ചോക്ലേറ്റും ചോക്ലേറ്റ് ഷേക്കുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ പാർമജാൻ വന്നിട്ടുണ്ട്, സ്പിഗറ്റി ഉണ്ട്, പിന്നെ നല്ലൊരു ചിക്കൻ്റെ വലിയ പോർഷനും. ഈ ചിക്കൻ സ്റ്റീക്കാണ് പറഞ്ഞത്. ഇത് സ്റ്റീക്ക് അല്ല, ഇത് ഫ്രൈഡ് ചിക്കനാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ സ്പിഗറ്റി ഒന്ന് കഴിച്ച് നോക്കാം. സ്പിഗറ്റിയിൽ ഒരു ടൊമാറ്റോ ബേസാണ്, നല്ല ടൊമാറ്റോയുടെ ഫ്ലേവറാണ്, ഫുള്ളി ടൊമാറ്റോ, നല്ല സ്പിഗറ്റി. ഇതൊരു ഹോം മെയ്ഡ് സ്പിഗറ്റി പോലെയുണ്ട്. കുറേ ചീസ് കാണാം, ചീസുണ്ട്, അതുപോലെ തന്നെ ഒലീവ്സ് ഉണ്ട്. ചീസും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിതിലെ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ചിക്കൻ ആണെങ്കിലും ഇതിൻ്റെ പുറത്ത് സോസ് ഉണ്ട്. ഫ്രൈഡ് ചിക്കനാണ്, സോസ് ഉണ്ട്, അതിൻ്റെ പുറത്ത് പീസുണ്ട്. ചിക്കൻ കൊള്ളാം, സൂപ്പർ ചിക്കൻ കേട്ടോ. നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കൻ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഫ്രൈഡ് ചിക്കൻ അടിപൊളി ടേസ്റ്റ്. ചിക്കനും പിന്നെ ഈ പാസ്തയുടെ സോസും കൂടെ വന്നപ്പം അടിപൊളി, ഒരു രക്ഷയില്ല. കുറച്ച് സ്പിഗറ്റി, ചിക്കൻ വലുതായി പോയി. ഒരു ഒതന്റിക് ഇറ്റാലിയൻ ഡിഷ് കഴിക്കും പോലെ തന്നെയാണ്. ടേസ്റ്റ് എല്ലാം സിമിലറാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ചീസ്, ഒലിവ്സ്, പിന്നെ ഈ സോസൊക്കെ അടിപൊളി കേട്ടോ. ഈ ഒരു ടൊമാറ്റോ സോസ് ഇതൊരു സൈഡായിട്ടാണ് സദ്യ വന്നിരിക്കുന്നത് നമ്മുടെ സ്പിഗറ്റി. യഥാർത്ഥ ചിക്കൻ പാർമജാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ചിക്കൻ ആൻഡ് ചീസ്. ഇത് ഫ്രൈഡ് ചിക്കൻ പാർമജാനാണ്. അടിപൊളി, വെരി ഗുഡ്. എൻ്റെ ഫേവറേറ്റ് സാധനം വന്നിട്ടുണ്ട്, ലസാനിയ. ബീഫ് ലസാനിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല, ഇത് ഒലിവ് ഓയിലാണെന്ന് തോന്നിട്ട് ഇതിൻ്റെ മേളിൽ നോട്ടെ. അതെ, നല്ല അടിപൊളി ചീസും ലസാനിയയുടെ പാസ്തയും. ബീഫ് ചീസ് എങ്ങനെയാണ് നോക്കാം. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും കിടിലം ലസാനിയതാണ്. ഇവരുടെ ലസാനിയ ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഇത്രയും ക്വാളിറ്റിയും പെർഫെക്ഷനും വന്നിട്ടില്ല. ഇപ്പോൾ കഴിച്ചപ്പോൾ ഭയങ്കര എക്സ്ട്രീം ടേസ്റ്റ് കേട്ടോ. എനിക്ക് ബീഫിൻ്റെ നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. ബീഫിൻ്റെ നല്ലൊരു ചെറിയൊരു ഗെയിമി ടേസ്റ്റും ബീഫിൻ്റെ വരുന്നുണ്ട്. പിന്നൊരു ഇത് മെൽത്തിൻ്റെ മൗട്ടാണ് ആക്ച്വലി. ചീസിൻ്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടുന്നില്ല, അതെല്ലാം മിക്സ് ആയിട്ടാണ് വരുന്നത്. ബീഫ് നല്ല ഓവർ പവറിങ് ആണ്. സംഭവം എന്താ, വായിൽ വെച്ചാൽ മെൽറ്റ് ആയി പോകണ്ടേ. ഓ സൂപ്പർ. ബീഫ് നല്ല ഇഷ്ടമായിട്ടുള്ള മാത്രമേ ബീഫ് ഓർഡർ ചെയ്യാവൂ, അല്ലെങ്കിൽ ഗെയിമി ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് പിന്നെ ഈ ചീസിനെ കുറിച്ച് പറയാനുള്ള അടിപൊളി ചീസാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ചീസാണ്. നമ്മൾ ഈ മുട്ടയുടെ ബുൾസൈ അത് കഴിക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകുമല്ലോ, അതുപോലെയാണ് ഈ ചീസ് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ് ഗൈസ്. ഇതിൻ്റെ കൂടെ അക്കോമ്പനിമെൻ്റ് ആയിട്ട് നമുക്കൊരു ഗാർലിക് ബ്രെഡ് ആണെന്ന് തോന്നുന്നു. ബട്ടർ കാണാൻ പറ്റുന്നുണ്ട്. ബട്ടർ ഗാർലിക് ബ്രെഡാണ്, വെരി ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പിയാണ്. ഇങ്ങനെ വെച്ചപ്പോൾ അടിപൊളി. ഹോട്ട് ചോക്ലേറ്റ് നല്ല ഫ്രോത്തി ഹോട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൊള്ളാം.
ഒരു നോർമൽ ഹോട്ട് ചോക്ലേറ്റ് ആണ്. മധുരം കുറവാണ് കേട്ടോ, തീരെ മധുരമില്ല. ഇല്ല, മധുരം ഇടുന്നു. അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ ഷുഗറൊക്കെ തന്നിട്ടുണ്ട്. ഇതൊരു പ്യുവർ ഹോട്ട് ചോക്ലേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പം കൊള്ളാം. ഷുഗർ ഇട്ടപ്പോൾ അല്പം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എത്ര ചെയ്താലും ചോക്ലേറ്റിൻ്റെ ഒരു നല്ല ഫ്ലേവർ ഹിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു കുക്കിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിസ്താഷ്യോ ഒക്കെ ഇട്ട നല്ലൊരു കുക്കി. നല്ല കുക്കിയാണ്. കുറച്ച് ഹാർഡാണ്, പക്ഷെ റസ്ക് പോലത്തെ നല്ലൊരു കുക്കിയാണ്. ഇതിൽ പിസ്താഷ്യോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. റസ്കിൻ്റെ ടെക്സ്ചറാണ്. എക്സ്പെക്ട് ചെയ്താലും വന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത സാധനം ട്രൈ ചെയ്യാം. ബെൽജിയം ചോക്ലേറ്റ് ഷേക്ക്. അല്ല, ഈ സ്ട്രോ ഉണ്ടാ, ഈ സ്ട്രോ മറ്റേ റൈസ് സ്ട്രോ ആണ്. കണ്ടോ, റൈസ് കൊണ്ട് ഉണ്ടാക്കിയ സ്ട്രോ ആണ്. കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മെയ്ഡ് ഫ്രം റൈസ് ഫ്ലവർ ഫോർ ദ കോൺഷ്യസ് സിപ്പർ. കഴിക്കാൻ പറ്റുമോ? ഇത് രണ്ടിനും സെയിം ചോക്ലേറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ചോക്ലേറ്റ് ഫ്ലേവർ. ഇതിന് കുറച്ച് മധുരം കൂടുതലാണ്. ഇത് ഹോട്ടാണ്, ഇത് കോൾഡാണ്. അങ്ങനെയാണ് ഇതിൻ്റെ കമ്പാരിസൺ. ഇത് കൊള്ളാം, ഇത് ഞാൻ സജസ്റ്റ് ചെയ്യും. ഹോട്ട് ചോക്ലേറ്റ് നോട്ട് അപ് ടു ദ മാർക്ക്. സുപ്രീം അപ്പർ ക്രസ്റ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി നമ്മൾ കൊല്ലം കടപ്പാക്കടയിലുള്ള സുപ്രീം അപ്പർ ക്രസ്റ്റിലാണ് പോയത്. അപ്പോൾ നമ്മൾ കഴിച്ചത് ബെൽജിയം ചോക്ലേറ്റ് ഡ്രിങ്കിന് 170 റുപ്പീസ്. നമ്മുടെ ചിക്കൻ പാർമജാന് 600 റുപ്പീസാണ്. ഈ ചിക്കൻ പാർമജാൻ ഫ്രൈഡ് ചിക്കൻ പാർമജാനാണ് നമുക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നോർമൽ ചിക്കൻ പാർമജാൻ അല്ലേ, സ്റ്റേക്ക് പീസ് പോലെ, ചിക്കൻ സ്റ്റേക്ക് പീസ് പോലെ വരുന്ന. അപ്പോൾ അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷേ ഇതും കൊള്ളായിരുന്നല്ലേ, കുഴപ്പമില്ല. കുറച്ചുകൂടെ ടേസ്റ്റിയാണ് മറ്റേ പാർമജാൻ. പിന്നെ ലസാനി അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ബീഫിന് നല്ലൊരു ഗെയിമി ഫ്ലേവർ ഉണ്ടായിരുന്നു. ബീഫ് നല്ല ഇഷ്ടപ്പെടുന്നവർ മാത്രം ഓർഡർ ചെയ്താൽ മതി ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ബീഫ് ലസാനിയയിൽ ഒരു ഗെയിമി ഫ്ലേവർ വരുന്നുണ്ട്. കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്. മൊത്തത്തിൽ എല്ലാ ഫുഡിനും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഉള്ളത് ഹോട്ട് ചോക്ലേറ്റ് ആണ്. അത് 140 റുപ്പീസാണ്. ലസാനിക്ക് 560 റുപ്പീസാണ്. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് പ്രോപ്പർ ഒരു ഹോട്ട് ചോക്ലേറ്റ് അല്ല. ബാക്കി ഫുഡൊക്കെ നല്ലതാണ്, സ്റ്റാഫിൻ്റെ സർവീസ് നല്ലതാണ്. ഓവറോൾ എല്ലാം അടിപൊളിയായിരുന്നു. ആംബിയൻസ്, ഫെസിലിറ്റി എല്ലാം അടിപൊളി. ക്ലീനിനെസ് എല്ലാം നല്ലൊരു ടോപ്പ് നോച്ച് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ കോണ്ടിനെൻ്റൽ ഫുഡ് മാത്രമല്ല, നമുക്ക് അല്ലാത്ത കുറേ സാധനങ്ങളും കിട്ടും. ബിരിയാണി, മീൽസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. ഇവിടുത്തെ നമ്മുടെ പാസ്ത ഉണ്ടല്ലോ, ചിക്കൻ ആൽഫ്രെഡോ പാസ്ത അടിപൊളിയാണ്. അതെ, പിന്നെ മറ്റേ നമ്മുടെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഒരെണ്ണം കഴിച്ചിട്ടില്ലേ, ഡൈനമൈറ്റ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് കൊള്ളായിരുന്നു. പിന്നെ അതുപോലെ പിന്നെ ഡ്രാഗൺ ചിക്കൻ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇവിടെ നിന്നായിരുന്നു, അതും കൊള്ളായിരുന്നു. അങ്ങനെ പല കുസീനുണ്ട് ഇവിടെ. ജസ്റ്റ് കോണ്ടിനെന്റിൽ മാത്രമാണ് ട്രൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.